കേരള BJP കഴിഞ്ഞ 2-3 വർഷം വെറുതെ വേസ്റ്റ് ചെയ്തു ഈ ക്രിസ്ത്യൻസിൻ്റെ പുറകെ പോയിട്ട്. അപ്പോൾ ഈ ഇലക്ഷന് ശേഷം അവർക്ക് മനസ്സിലായി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ ചങ്കെടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ വളരെ UDF അറ്റാച്ച്ഡ് ആണ്, കോൺഗ്രസ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് അവർ ഒരുപാട് എനർജി സമയമൊക്കെ വേസ്റ്റ് ചെയ്തിട്ടും അവർ പ്രതീക്ഷിച്ചതിൻ്റെ 10ൽ 1 വോട്ട് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരിഞ്ഞ് പുതിയ BJP ഇനി മുതൽ അവർ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ ഈഴവ നായർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു, അതായത് OEC കമ്മ്യൂണിറ്റി ആണെങ്കിലും SC/ST ആണെങ്കിലും ഹിന്ദു വിഭാഗങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അതായത് ഒരു വിഭാഗം നായർ കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷം വോട്ടുകൾ UDFന് പോകുന്നുണ്ട്. അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, SC/ST കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ OEC കമ്മ്യൂണിറ്റിയുടെയൊക്കെ വോട്ടുകൾ LDFിലോട്ടും പോകുന്നുണ്ട്. അതിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു 30-40%, ഇപ്പോൾ ഓൾറെഡി LDFനും UDFനും കിട്ടുന്ന വോട്ടിൽ നിന്ന് ഒരു 30% ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ക്രിസ്ത്യൻസിൻ്റെ വോട്ട് BJPയിലേക്ക് കൊണ്ടുവരുന്നേക്കാളും വെരി വെരി ഈസിയാണ് ഈ നായർ, ഈഴവ, OEC കമ്മ്യൂണിറ്റിയുടെ വോട്ട് BJPയിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അവർ ഇനി മുതൽ അതിനായിരിക്കും അവരുടെ ഫോക്കസ്. ക്രിസ്ത്യൻസിൻ്റെ പുറകെ അവർ പോവില്ല. അങ്ങനെ അവർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു 15%, അറൗണ്ട് 15% വോട്ടിൽ നിന്നും അവർക്കൊരു മോർ ദാൻ 25% വോട്ടിലോട്ട് വളരെ സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റും. 25 to 30 അല്ലെങ്കിൽ മിനിമം 25% വോട്ട് ഷെയർ അവർക്ക് നേടാൻ സാധിക്കും. അങ്ങനെ 25% വോട്ട് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീറ്റ് എന്ന് പറയുന്നത് അസംബ്ലി ഇലക്ഷനിൽ 15 to 30 സീറ്റ് വരെ അവർക്ക് നേടാൻ സാധിക്കും. അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷനിൽ ഒരു 3-4 സീറ്റ് വരെ അവർക്ക് നേടാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇനി ആ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിലൊരു ഹങ് അസംബ്ലി സൃഷ്ടിക്കാനും അവർക്ക് സാധിക്കും. ഭരണത്തിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും അവർക്കൊരു മുഖ്യ പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ മാറാൻ അവർക്ക് സാധിക്കും. അത് തീർച്ചയായിട്ടും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഒരു അസംബ്ലി ഇലക്ഷനിൽ BJP ഈ ഒരു ഫോക്കസിലാണ് പോകുന്നതെങ്കിൽ മിനിമം നമുക്കൊരു 15 to 30, മിനിമം 15ഉം മാക്സിമം 30 വരെ സീറ്റ് അവർക്ക് നേടാൻ സാധിക്കും.